ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ആസ്കിമി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വർക്കിന് പോകാൻ ഒരുങ്ങി നിൽക്കണം. അപ്പോൾ ആസ്കിമി ഇട്ടതിന് ആൻസറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം കോമൺ ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പേരെന്താണ്. അപ്പോൾ എൻ്റെ ഫുൾ നെയിം നഹാന ഷെറിൻ. പിന്നെ ഏജൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഏജ് എന്നത് എനിക്ക് 19 പിന്നെ എന്താ ചോദിച്ചാൽ സ്ഥലം തൃശ്ശൂർ ചാവക്കാടാണ്. പിന്നെ വരുന്നത് ഇത്താത്ത എന്ത് വർക്കാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി. അപ്പോൾ ആ കുട്ടിയോട് പറയാനുള്ളത്, ഞാൻ വർക്ക് ചെയ്യുന്നത് ഗോൾഡ് ലോണിൻ്റെ ഓഫീസിലാണ്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണേ. പിന്നെ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആക്കിയാണ്. ആൽബ ഫൈനാൻസ് എന്നാണ് ഓഫീസിൻ്റെ പേര്. പിന്നെന്താ, കുറേ ആൾക്കാർ ഹായ് ഹലോ കഴിച്ചിട്ടുണ്ട്. കോമൺ ആയതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്ത് പറയണില്ല. പിന്നെ ചോദ്യം വന്നതാണ്, എടി നീ എന്നെ ലവ് ചെയ്യുമെന്നാണ്. അത് ഞങ്ങൾ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ലവ് ചെയ്യാനൊന്നും താല്പര്യമില്ല. എനിക്ക് ഫ്രണ്ട്സ് ആവാം, പിന്നെ ലവ് ചെയ്യാം, പക്ഷേ അത് സ്നേഹിച്ച് നടക്കാം, പിന്നെ അത് ആൾ തിരിച്ചിട്ട് പോവുക, അതിൻ്റെ ഡിപ്രഷനിൽ നടക്കാം. ഇതൊന്നും ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ അങ്ങനെ തന്നെ സെയിം ക്വസ്റ്റ്യൻ വേറൊരാളും ചോദിച്ചിട്ടുണ്ട്. ആൾക്കറിയാം, ഞാൻ ഇവിടെ പേര് മെൻഷനാക്കണില്ല, ആരാന്നൊക്കെ അവർക്കറിയാമല്ലോ. അപ്പോൾ അവർ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾ വന്ന് പ്രപ്പോസ് ആക്കുക, പിന്നെ കുറേ കാലം കഴിഞ്ഞ് സ്നേഹിച്ചെടുക്കുക, പിന്നെ ഓപ്പോസിറ്റുള്ള ആൾ തന്നെ വേണ്ട വെക്കുക, പിന്നെ അതിൻ്റെ ഡിപ്രഷനിലെടുക്കുക, ആ ആൾ പിന്നെ വേറെ പെണ്ണിനായിട്ട് പോകണ കാണുമ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഉണ്ടല്ലോ. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണേ താല്പര്യമില്ല. പിന്നെ ഒരാൾ ഫ്രണ്ടാവാൻ താല്പര്യമുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു താല്പര്യമുണ്ട്, പക്ഷെ ഇൻസ്റ്റയായിരിക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. പിന്നെ എന്നിട്ട് പറഞ്ഞ താത്ത യുവർ ഫ്യൂച്ചർ പ്ലാൻ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് സത്യം പറയാനേ, എനിക്ക് ഫ്യൂച്ചർ പ്ലാൻ ഒന്നുമില്ല. എനിക്ക് അങ്ങനെ ഒരു പ്ലാനും ഇല്ല. പിന്നെ എന്താ വെച്ചാൽ, നമ്മൾ ആഗ്രഹിച്ചാൽ ഒന്നും നടക്കത്തില്ല. നമ്മൾ എന്ത് ആഗ്രഹം മനസ്സിൽ വെച്ച് നടന്നു ഒന്നും നടക്കത്തില്ല. നമ്മൾ ആഗ്രഹം വെക്കാണ്ട് നടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്ക് പഠിച്ചത് നടത്തി തരും. ഓക്കെ, നമുക്ക് ഇപ്പോൾ എന്താ വെച്ചാൽ, എനിക്ക് ഒരു പ്ലാനും ഇല്ല, ഫ്യൂച്ചറായിട്ട് എനിക്ക് ഒരു പ്ലാനും ഇല്ല. പിന്നെ വേറൊരു വിഷയമുണ്ട്. പിന്നെന്താ വെച്ചാൽ, ഒരു ആസ്കിമി ഇട്ടപ്പോൾ ഒരു പ്യാറ് വന്നിട്ട് എനിക്ക് റെസ്പോണ്ട് ചെയ്ത്, നിങ്ങൾ ഭയങ്കര വെറുപ്പിക്കലാന്ന്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വെറുപ്പിക്കലാന്ന് തോന്നുകയാണെങ്കിൽ ബ്ലോക്ക് ചെയ്യും. ഞാൻ അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ യൂട്യൂബിൽ ഇടാനുള്ളതുകൊണ്ട് വീണ്ടും പറയാണ്. ആൾക്ക് ഞാൻ വെറുപ്പിക്കലാണ്, ബ്ലോക്ക് ഓപ്ഷൻ ഉണ്ട്. പിന്നെ തൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടൊന്നല്ല എനിക്ക് റീചാർജ് ചെയ്ത് വരുന്നത്. പിന്നെ എന്താ വെച്ചാൽ, എൻ്റെ ഫോണ് എൻ്റെ ഇഷ്ടം, ഞാൻ എന്തൊക്കെ ഇടണം എന്നൊക്കെ. അപ്പോൾ പ്യാറുവിനോട് എനിക്ക് പറയാനുള്ളത്, നിനക്ക് ബ്ലോക്ക് ഓപ്ഷൻ ഉണ്ട്, എൻ്റെ ID അക്കൗണ്ട് എടുക്കുക, അങ്ങനെ ബ്ലോക്ക് ചെയ്തിടാം. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. പിന്നെ കുറേ കാര്യം എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ച് ആ പ്രശ്നത്തിന് ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടപ്പോൾ എന്താ പ്രശ്നം, എന്താ കാര്യം പറഞ്ഞു. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തപ്പോൾ എനിക്ക് അപ്പക്കപ്പം റിപ്ലൈ കൊടുക്കണം തോന്നി, എനിക്ക് മിണ്ടാണ്ടിരിക്കാൻ തോന്നിയില്ല, അപ്പോൾ ഞാൻ കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്ര ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇനി ആസ്കിമി ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ തോന്നാത്ത ക്വസ്റ്റ്യൻസ് ആണ്. ബ്രേക്കപ്പ് ആണോ, റിലേഷൻ ഉണ്ടോ? ഇപ്പോൾ എനിക്ക് റിലേഷനൊന്നുമില്ല. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. റീൽസും യൂട്യൂബിലത്തെ വീഡിയോസും എല്ലാം കളഞ്ഞ കാരണം എന്താണ്? എൻ്റെ മൈൻഡിൽ എനിക്ക് അങ്ങനെ തോന്നി. റീൽസും എല്ലാതും ടോട്ടലി ഞാൻ കുറച്ച് മാറി നിൽക്കാൻ വിചാരിച്ച്, അതുകൊണ്ട് കളഞ്ഞതാണ്. അല്ലാണ്ട് എനിക്ക് വേറൊരാളെ വർത്താനം കേട്ടിട്ടോ ഒന്നുമല്ല. ഇപ്പോൾ ആൾക്കാർ വെറുപ്പിക്കല പറഞ്ഞാൽ ഞാൻ കളയണതല്ല, അതിന് മുന്നേ കളഞ്ഞതാണ്. ഞാൻ കളഞ്ഞിട്ടില്ല, റീൽസും പോസ്റ്റായിട്ടും കളഞ്ഞിട്ടില്ല. ഞാൻ ആർച്ചീവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നിയാൽ നമുക്ക് ഇടാം, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.